മച്ചന്മാർ ഇന്നത്തെ ഞങ്ങളുടെ ടാർഗറ്റ് ജബൽ ഷംസിൽ അതിമനോഹരമായ ബാൽക്കണി വാക്കായിരുന്നു. അതിരാവിലെ അതായത് ഏകദേശം 5:40 തന്നെ നടത്തം ആരംഭിച്ചതുകൊണ്ട് ഒരു വശത്തേക്കുള്ള യാത്ര സൂര്യപ്രകാശം കൊള്ളാതെ തീർക്കാനായി. കുറച്ചു ദൂരം നടന്നപ്പോൾ ഏതോ ഒരു വണ്ടി താഴെ വീണ് കിടക്കുന്നതിൽ തോന്നി. അതെ, അതൊരു വണ്ടി തന്നെയായിരുന്നു. ഇതിൽ എത്ര പേർ മരിച്ചു, എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു വിവരം എൻ്റെ അടുത്തില്ല. അവിടെ നിന്ന് പിന്നെയും കിതച്ചുകൊണ്ട് നടത്തം ആരംഭിച്ചപ്പോൾ ദേ ഒരു മദാമ ഓടിപ്പോകുന്നു. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ ഈ കാണുന്നതാണ് വാദി നഹർ. വാദി നഹറിൻ്റെ ഒരു മനോഹരമായ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ പണ്ടെങ്ങോ ഉപേക്ഷിച്ചു പോയ ചെറിയ വീടുകളുടെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് കാണാനിടയായി. ഒന്നുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു മരത്തിന് ചുറ്റും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് തോന്നി. അതെ, തേനീച്ചകളുടെ കലപില ശബ്ദമായിരുന്നു അത്. ആ പ്രദേശത്തുള്ള എല്ലാ തേനീച്ചകളും വന്ന് ഈ മരത്തിൽ നിന്നാണ് തേന് കുടിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അവസാനം വെള്ളക്കെട്ട് കണ്ടെത്തിട്ടോ. ഈ ബാൽക്കണി വാക്കിൻ്റെ അവസാനം നമുക്കൊരു വെള്ളക്കെട്ട് കാണാനാകും. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നമുക്കിതിൽ ചാടിക്കുളിക്കാനൊന്നും പറ്റുകയില്ല. എന്നാൽ ഈ പാറക്കെട്ടിൽ നിന്ന് വരുന്ന ഈ ഒരു വെള്ളം ഒരു ഡ്രമ്മിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. ആ വെള്ളത്തിന് വളരെയധികം തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടത്. അതെ, പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഷാക്കിറും ഡോക്ടർ റിയാസും ശിലാജിത്ത് എടുക്കാൻ പോയെ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇത്ര ഇതിൽ കിട്ടിയില്ല. ഇത് ഒറിജിനൽ ശിലാജിത്തിൻ്റെ സ്മെല്ലെല്ലാം സെയിം. അങ്ങനെ അവിടുന്ന് കുറച്ച് ശിലാജിത്തെല്ലാം കുത്തിപ്പെറുക്കി ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്താനുള്ള ധൃതിയിൽ ഞങ്ങൾ നടത്തം ആരംഭിച്ചു. അങ്ങനെ കൈകൊണ്ടൊന്നും പറിച്ചാൽ കിട്ടൂല കേട്ടോ. വഴിയിൽ കണ്ട അനാറ് കഴിച്ചതേ ഓർമ്മയുള്ളൂ, ഒടുക്കത്തെ പുളി. തിരിച്ച് നടക്കുമ്പോൾ ഒരു വെയിലും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം നിന്നു കൊണ്ടു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ജംഷീർ തലേക്കര.